G7 സഖ്യത്തിന് സമാന്തരമായി C5 സഖ്യം രൂപീകരിക്കാനുള്ള നീക്കവുമായാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് സൂചനയുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അമേരിക്ക കോർ 5 രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഭാരതം എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തിലാണ്. സാമ്പത്തികമായി 3-ാം സ്ഥാനത്തും സൈനികമായി 4-ാം സ്ഥാനത്തും മുന്നേറുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഭാരതത്തെ കൂടെ നിർത്താനുള്ള എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും ട്രംപ് പയറ്റുന്നതാണ് ഏറ്റവും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അമൽ, നമുക്കറിയാവുന്നതാണ് G7 രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ G7 രാജ്യങ്ങളുടെ ആ ഒരു എടുക്കുമ്പോൾ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയാണ് G7 രാജ്യങ്ങൾ. സ്വാഭാവികമായും ഈ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടൻ ആയാലും കാനഡ ആയാലും അതുപോലെ തന്നെ ഫ്രാൻസ് ആയാലും പല നിലപാടുകളിലും ശക്തമായൊരു എതിർപ്പ് അമേരിക്കയുമായി പല കാര്യങ്ങളിലും ഇസ്രായേലിൻ്റെ വിഷയങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അത്തരത്തിലുള്ള നിലപാടുകൾ മാറി നിന്നെടുക്കുന്ന അല്ലെങ്കിൽ എതിർപ്പോടെ എടുക്കുന്ന യൂറോപ്യൻ ശക്തികളുടെ ഭാഗമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോർ 5 എന്ന രീതിയിൽ G7 സമാന്തരമായൊരു സംവിധാനം ഒരുക്കുന്നതിനുള്ളൊരു നീക്കം ഇപ്പോൾ മുന്നോട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില നയങ്ങളുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന രേഖകളിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നത് ബ്രസീൽ, ഇന്ത്യ, ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ അമേരിക്ക, ഈ 5 രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സഖ്യത്തിലേക്ക് നീങ്ങുക എന്നതാണ്. ബ്രസീലല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റഷ്യ, ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ ജപ്പാൻ, ഈ 4 രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുള്ള ഒരു സഖ്യമുണ്ടാക്കുക. തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ബ്രസീൽ ഇത്തരത്തിൽ ഒരു G5 രാജ്യങ്ങളുടെ ശക്തമായൊരു സാന്നിധ്യമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ശക്തിയായി വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യവും ആ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ബ്രസീലിനെ നിയന്ത്രിക്കാനുള്ളൊരു നീക്കം നടത്തുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്. എങ്കിൽ കൂടി ഭാരതവും റഷ്യയും ചൈനയും ഭാവിയിലെ വൻ ശക്തികളായി മാറുകയും വലിയ വിപണി തുറക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഭാരതവും അതുപോലെ തന്നെ ചൈനയുമായി താരിഫ് യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം നടത്തുകയും ആ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഒരു സഖ്യം രൂപീകരിക്കുകയും ചെയ്താൽ അത് തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ട്രംപിനുണ്ട്. ആ ട്രംപിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കോർ 5 എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റം, അതായത് 3-ാമത്തെ വൻശക്തിയായി മാറാനിരിക്കുന്ന സാമ്പത്തിക രംഗമായി മാറുന്നു. അതുപോലെ തന്നെ സൈനിക രംഗത്ത് ഈ അടുത്ത കാലത്തെല്ലാം എന്ന കണക്കുകളിൽ കൃത്യമായും 4-ാം സ്ഥാനത്തേക്ക് ഭാരതം എത്തിയിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടുകളുമുണ്ട്. സ്വാഭാവികമായും വലിയ തോതിലുള്ള സൈനിക വ്യാവസായിക സഹകരണം സാധ്യമാക്കാൻ ഭാരതവുമായി സാധിക്കും, റഷ്യയുമായും ചൈനയുമായും സാധിക്കും, സ്വാഭാവികമായും ജപ്പാനുമായും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു സംവിധാനം വരികയാണെങ്കിൽ അതൊരു പ്രയോജനം ചെയ്യുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നും പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഈ സംവിധാനങ്ങളുടെ ഈ രേഖകളുടെ ഭാഗമായി പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു രൂപം, അതായത് കോർ 5 എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ട്രംപ് ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച അന്തിമ വിവരങ്ങളോ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളോ വന്നിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ, അതുപോലെ തന്നെ അമേരിക്ക, ഈ 5 രാജ്യങ്ങളും ചേർന്ന് ഭാവിയിൽ ശക്തമായൊരു ശക്തിയായി മാറാനുള്ള നീക്കം ട്രംപ് ആസൂത്രണം ചെയ്യുന്നു. അത് ട്രംപിൻ്റെ ഭരണത്തിൻ്റെ അന്തരംഗങ്ങളിൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ആന്തരിക ഇടനാഴികളിൽ ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ, ശരി, സാമ്പത്തികമായും സൈനികമായും മുന്നേറുന്ന ഭാരതത്തെ ഒപ്പം കൂട്ടാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ, വിവരങ്ങളാണ് ഐസൺ പങ്കുവച്ചത്.